നേരെ നിൽക്ക് നേരെ നിൽക്ക് പിന്നെ നേരെ നോക്ക് അങ്ങനല്ലേ ചെറുത്ത് മുടിയൊക്കെ വെട്ടാൻ പറ്റുള്ളൂ. ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെ മോളെ മുടി വെട്ടാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ മൂപ്പരും കൂടെ കയറി ഇരുന്നേക്കാണ് കേട്ടോ മുടി വെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1/2 മണിക്കൂർ എന്നോട് പോസ്റ്റാക്കി എത്തിയേ. അപ്പോൾ രണ്ടാളതും വെട്ടിക്കഴിഞ്ഞത് വരെ ഞാനിവിടെ പോസ്റ്റായിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതാ വായി വെട്ടിത്തന്ന മുടി അവൾ കാണിച്ചു തരികയാണ്. സുന്ദരിയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവളുമായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞവിടെ ഇരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അവൾ ബായിനോട് കച്ചറ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. പിന്നെ അവിടെ കയറിയിരിക്കും. പിന്നെയും പോയിട്ട് ബായിനോട് സംസാരിക്കും. എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ അവൾ. അങ്ങനെ കുറേ നേരം അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. ബായിനോട് കുറേ സംസാരിച്ച് അവൾ എന്തൊക്കെയോ ചോദിക്കും പറയുകയും ചെയ്യുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള പാൻറോട്ടി പോയിട്ട് ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ അവിടെ നിന്നും കച്ചറ കളിയാണ് അവൾ തന്നെ. അവൾ അങ്ങോട്ടും ഇടുക ഇങ്ങോട്ടും ഇടുക ഓരോന്ന് വലിച്ചിടുക ഇതൊക്കെയാണ് കേട്ടോ ഉള്ള പ്രധാന പണി. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ 3 പേരും കൂടെ ചായ കുടിച്ചു. അവളാണെങ്കിൽ അവൾ ഒരു ചായയും ഒരു ലേസുമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ കുറേ നേരമായിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയും കുടിച്ച് ഇറങ്ങിയപ്പോഴേക്കും പുറത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കാരക്കറി ഞങ്ങൾ നേരെ പാറക്കൽ പോവാണ്. പിന്നെ അവിടുന്ന് മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പാറക്കൽ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ ഇവൾ ഫ്രണ്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവളെ ഞാൻ വേഗം താഴ്ത്തി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ക്യാമറയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ പോയിട്ട് അവിടുന്ന് മാന്തളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പൊരിക്കാൻ വേണ്ടി. അവിടെ തന്നെ നന്നാക്കിയിട്ട് വാങ്ങിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. മീൻ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഇവിടെ നന്നാക്കിയിട്ടാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നേരെ നമ്മളുടെ ഹാപ്പി 7 ഡേയ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടുന്ന് അവൾക്ക് അതും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം അവിടെ കയറിയിട്ട് അങ്ങനെ ഓരോന്നൊക്കെ നോക്കി 2-3 സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രി ഒന്നുകൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പം അത്രയേ ഉള്ളൂ.